ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ മസാല ഫ്രൈ റെസിപ്പിയാണ്. ചായയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒരു ഫ്രൈ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനു വേണ്ടി 2 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ മുറിക്കുന്നത് പോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ കിഴങ്ങിടുന്ന സമയത്ത് കയ്യിലേക്കൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കണം. മുഴുവൻ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. എന്നിട്ട് വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിത് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വെള്ളം ഒട്ടുമില്ലാണ്ട് ഊറ്റിയെടുക്കണം. അരിപ്പയോ എന്തെങ്കിലും വെച്ച് ഊറ്റിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് മൈദയും അരിപ്പൊടിയുമാണ്. 2 ടീസ്പൂണോളം മൈദയും 2 ടീസ്പൂണോളം തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെള്ളം ചേർക്കാണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പം ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് മാറിനേറ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കിഴങ്ങ് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ കിഴങ്ങ് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് മൊത്തത്തിൽ വറുത്തെടുക്കാം. കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നല്ലൊരു ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു മസാല സ്നാക്കാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയെല്ലാം ഒരു ഫ്രൈ ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കണം. ഇതേപോലെ ബാക്കിയുള്ള കിഴങ്ങ് കുറേശ്ശായിട്ടിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കണം. മല്ലിയിലയും അതുപോലെ തന്നെ ഗരം മസാലയെല്ലാം ചേരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു മണമൊക്കെ ഉണ്ടാവും ഈ ഫ്രൈക്ക്. ഞാനിവിടെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ടിട്ട് വറുത്ത് കോരിക്കൊണ്ടിരിക്കുവാണ്. ഒത്തിരി ഒരുമിച്ചിട്ടാൽ നന്നായിട്ട് വെന്ത് വരാനൊക്കെ പാടായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്നാലും നല്ല ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.